എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ജൂലൈ മാസത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇംഗ്ലീഷ് തീയതി അനുസരിച്ച് ജൂലൈ മാസം 1-ാം തീയതിയാണ്. എന്നാൽ നമ്മൾ ജ്യോതിഷ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് തീയതിയല്ല നോക്കുന്നത്, നമ്മൾ കൊല്ലവർഷ തീയതിയാണ് ഇതിനു വേണ്ടിയിട്ട് എടുക്കുക. അതെന്തുകൊണ്ടെന്നാൽ കൊല്ലവർഷം ഗണിച്ചാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ആ ഒരു ജ്യോതിഷ ഗണിതം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതെന്തുകൊണ്ടെന്നാൽ ഈ ജ്യോതിഷത്തിൻ്റെ ആ ഒരു ഘടന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷ് തീയതി വെച്ചല്ല, പകരം നമ്മുടെ നാടൻ കൊല്ലവർഷ തീയതിയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ജ്യോതിഷപ്രകാരം ഇന്ന് ജൂലൈ മാസം 1-ാം തീയതിയാണെന്ന് തീർത്തും പറയാൻ സാധിക്കില്ല. കാരണം നക്ഷത്രവശാൽ ഇന്ന് വെളുപ്പിന് 6:51 മാസപ്പിറവിയുടെ ദിനം അവസാനിച്ചു. എങ്കിൽ പോലും നമ്മൾ പൊതുവെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ എളുപ്പം ഇംഗ്ലീഷ് തീയതി വെച്ച് പറയാനാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ജൂലൈ 1-ാം തീയതി എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ ഈ ജ്യോതിഷ ഗണിതപ്രകാരം കൊല്ലവർഷ തീയതി വെച്ച് കണക്ക് കൂട്ടിയ ആ ഗണിത ഫലങ്ങളാണ് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത്. അതായത് 1201-ാം ആണ്ട് മിഥുന മാസം 17-ാം തീയതി, ഇന്ന് ബുധനാഴ്ച. അപ്പോൾ പറഞ്ഞ പോലെ പുതിയൊരു മാസം ആരംഭിക്കുകയാണ്. ഓരോ പ്രഭാതവും അല്ലെങ്കിൽ ഓരോ മാസവും നമുക്ക് നൽകുന്നത് പുത്തൻ പ്രതീക്ഷകളാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഈ മാസമെങ്കിലും ഒന്ന് മാറിക്കിട്ടണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. ഇപ്രകാരം നിരവധി തവണ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിലെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അത് ലക്ഷ്യം കാണുന്നത്. അപ്പോൾ സൂക്ഷ്മമായി പറഞ്ഞാൽ ജ്യോതിഷത്തിൽ അനവധി യോഗങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്നാൽ അവയിലൊക്കെ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തിയേറിയൊരു യോഗമുണ്ട്. അതാണ് ഈ ഗജകേസരി യോഗം. വാസ്തവത്തിൽ ഈ പറഞ്ഞ ഗജകേസരി യോഗം ഒരാൾക്ക് വന്നു കിട്ടിയാൽ എങ്ങനെയായിരിക്കും അയാളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നത് എന്ന് ചോദിച്ചാൽ, ഗജം എന്നാൽ ആന, കേസരി എന്നാൽ സിംഹം. ആനയുടെ ഗാംഭീര്യവും സിംഹത്തിൻ്റെ കരുത്തും ഒരാളുടെ ജീവിതത്തിൽ ഒരുമിച്ച് വന്നാൽ അതെങ്ങനെയുണ്ടാകും? അതാണ് ഈ പറഞ്ഞ ഗജകേസരി യോഗം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു മാറ്റം. അപ്പോൾ ഈ യോഗം വന്ന് ഭവിക്കുന്നവർക്ക് സമൂഹത്തിൽ അനിഷേധ്യമായിട്ടുള്ള സ്വാധീനമുണ്ടാകും. അതുപോലെ തന്നെ അളവറ്റ സമ്പത്തും ഇതിനോടൊപ്പം വന്നു ചേരുമെന്നാണ് പ്രമാണവശാൽ കൃത്യമായി ജ്യോതിഷം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇത് കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ, നവഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ശുഭഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വ്യാഴം അഥവാ ഗുരു എന്നാണ്. സാമ്പത്തിക ഉന്നമനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും പൂർണ്ണമായ നിയന്ത്രണവും വ്യാഴത്തിൻ്റെ കൈകളിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെയും ചിന്തകളുടെയും കാരകനാണ് ചന്ദ്രൻ. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ വ്യാഴവും ചന്ദ്രനും തമ്മിൽ ഒരു പ്രത്യേക കോണിൽ വരുമ്പോൾ, അതായത് വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നുള്ള കേന്ദ്രസ്ഥാനങ്ങളിൽ ചന്ദ്രൻ വരുമ്പോഴാണ് ഈ അപൂർവമായ ഗജകേസരി യോഗം രൂപപ്പെടുന്നത്. ഇന്ന് ജൂലൈ 1 മുതൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ മഹാപ്രതിഭാസം സംഭവിക്കുകയാണ്. പറയാൻ കാരണം വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും ഈ അപൂർവ സംഗമം മൂലം, അല്ലെങ്കിൽ സംഗമം ആരംഭിക്കുന്നത് കൊണ്ട് ചില പ്രത്യേക രാശിക്കാർക്ക് അല്ലെങ്കിൽ ആ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വെറും സാമ്പത്തിക ഉയർച്ച മാത്രമല്ല ഇതിലൂടെ ലഭിക്കാൻ പോകുന്നത്. ഇവർക്ക് അക്ഷരാർത്ഥത്തിൽ എല്ലാവിധ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാനുള്ള ആ ഒരു യഥാർത്ഥ യോഗം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഈ ഗജകേസരി യോഗത്തിന് ഉറപ്പായിട്ടും സാധിക്കും. ഇതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ, നിത്യവും കാണുന്നവരാണെങ്കിൽ പോലും ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നിശബ്ദരായി നിന്നവർ, അല്ലെങ്കിൽ വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജോലി ലഭിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഗൃഹോപകരണങ്ങൾ ഉപഹാരമായി ലഭിക്കുക, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ നല്ലൊരു മൊബൈൽ ഫോണോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു സമ്മാനം വന്നു ചേരുക. ഇത്തരത്തിലുള്ള എന്ത് വേണമെങ്കിലും ആകാം. അത് നിങ്ങളുടെ അവിടുത്തെ സാഹചര്യം എങ്ങനെയോ അങ്ങനെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് മുതൽ ഇവരുടെ ജീവിതം പൊടിക്കാൻ പോവുകയാണ്. അപ്പോൾ പറഞ്ഞ പോലെ ആ മഹാഭാഗ്യം ലഭിക്കാൻ പോകുന്ന 3 രാശികൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ നിങ്ങളുടെ രാശിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നക്ഷത്രങ്ങളോ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിക്കുക. അപ്പോൾ ഞാനങ്ങനെ പറയുമ്പോൾ അത് നിങ്ങൾ കണ്ടെത്തിയാൽ അത് ദയവായി നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എൻ്റെ നക്ഷത്രം ഇതിലുണ്ട് എന്ന് രേഖപ്പെടുത്തുക.
അപ്പോൾ ആ സന്തോഷത്തിൽ എല്ലാവർക്കും ഒരുപോലെ പങ്കുചേരാൻ സാധിക്കും. ഇതിലേക്ക് ഇവിടെ ഗണിതത്തിൽ കിട്ടിയ ആദ്യത്തെ രാശി മിഥുനം രാശി. മിഥുനം രാശിയിൽ ഉൾപ്പെടുന്ന മകീരം നക്ഷത്രത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഈ നക്ഷത്രക്കാർക്കാണ് ഈ കേസരി യോഗം ലഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ മിഥുനം രാശിക്കാർ സാമ്പത്തികമായി വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പറയാൻ കാരണം എത്ര അധ്വാനിച്ചാലും കയ്യിൽ കാശ് നിൽക്കാത്ത ഒരവസ്ഥ. എന്നാൽ ഈ ജൂലൈ മാസം ആരംഭത്തോടു കൂടി നിങ്ങളുടെ തലവര തെളിയുകയാണ്. ഗജകേസരി യോഗത്തിൻ്റെ പൂർണ്ണമായ സ്വാധീനം നിങ്ങളുടെ കർമ്മസ്ഥാനത്തും ധനസ്ഥാനത്തുമാണ് പതിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫലമായി അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങളെ തേടി വരും. നിങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ചെറുകിട ബിസിനസ് ആയിക്കോട്ടെ വൻകിട ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള വലിയ ഓർഡറുകളോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളോ നിങ്ങൾക്ക് ഈ മാസം മുതൽ ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ബാങ്ക് ലോണുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക സഹായ ഹസ്തങ്ങളോ നിങ്ങളെ ഉറപ്പായിട്ടും തേടി വരും. അതുപോലെ തന്നെ ഇതിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ പ്രമോഷനും അതുപോലെ തന്നെ ശമ്പള വർധനവിനും യോഗമുണ്ടായിത്തീരും. അതുപോലെ തന്നെ എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്ന, അതായത് ബ്ലോക്കായി കിടന്നിരുന്ന നിങ്ങളുടെ ആ ഒരു പണം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് തിരികെ തരാനുണ്ടായിരുന്ന ആ ഒരു കടം, അതേതും ആയിക്കോട്ടെ, അത് നിങ്ങളുടെ കൈകളിൽ ഉറപ്പായിട്ടും വന്നു ചേരും. ഈ മിഥുനം രാശിക്കാർക്ക് ഇനി ഉയർച്ചയുടെ നാളുകളാണെന്ന് പറയാൻ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകുന്നൊരു സമയമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിന് ഈ ഭാഗ്യശാലികളുടെ കൂട്ടത്തിൽ രണ്ടാമതായിട്ട് വരുന്നത് തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽ ഉൾപ്പെടുന്ന ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഈ നക്ഷത്രക്കാർക്കാണ് ജൂലൈ മാസം മുതൽ ഈ പറഞ്ഞ രാജയോഗ സമാനമായിട്ടുള്ള ആ ഒരു അവസ്ഥ സംജാതമാകുന്നത്. തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ്. സമ്പത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഗ്രഹമായ ഈ ശുക്രൻ്റെ രാശിക്കാർക്ക് ഗജകേസരി യോഗം കൂടെ അതിനോടൊപ്പം അങ്ങോട്ട് വന്ന് ഭവിക്കുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന മാറ്റം അവർണ്ണനീയമാണ്. അത് പറയാതെ പറ്റില്ല. നിങ്ങൾ കടബാധ്യതകൾ കൊണ്ട് പൊറുതി മുട്ടിയവരാണ് എങ്കിൽ ആ കടങ്ങളെല്ലാം തീർക്കാനുള്ള ഇതിലും ശക്തമായിട്ടൊരു മാർഗം വേറെ കിട്ടാനില്ല. കാരണം ഒരു വലിയ വഴി ഈശ്വരൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ തുറന്നു തന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ലോട്ടറി വഴിയോ പൂർവിക സ്വത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് പോലുള്ള നിക്ഷേപങ്ങളിൽ നിന്നോ ഒക്കെ വന്ന് കിട്ടുന്നതുമായേക്കാം. എന്തായാലും ശരി, നിങ്ങൾക്ക് അതിനുള്ള ഒരു യോഗം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. സമൂഹത്തിൽ നിങ്ങളുടെ വിലയും നിലയും വർദ്ധിക്കുന്നതായിരിക്കും. നിങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബത്തിൽ വലിയ ഐശ്വര്യം വന്നു ചേരും. വളരെ കാലമായി നിങ്ങൾ സ്വന്തമായി ഒരു വീടോ അല്ലെങ്കിൽ നല്ലൊരു വാഹനമോ എനിക്ക് സ്വന്തമായിട്ട് മേടിച്ച് ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ ആ ആഗ്രഹം നിറവേറാൻ പോകുന്നൊരു സമയം കൂടിയാണ് ഈ പറഞ്ഞ സമയം. മാത്രവുമല്ല, ശത്രുക്കൾ നിങ്ങളുടെ മുൻപിൽ ഉറപ്പായിട്ടും തലകുനിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അവിടെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ കേസരി യോഗം നിങ്ങൾക്ക് ജാലകം തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഈ തുലാം രാശിക്കാർ സാമ്പത്തികമായി ലക്ഷപ്രഭുക്കളാകാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ കേസരി യോഗത്തിലൂടെ ഇവർക്ക് സംജാതമായിരിക്കുന്നത്. അതിനി അടുത്തത് ഈ ഗജകേസരി യോഗത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ആ മൂന്നാമത്തെ രാശിയായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കുംഭം രാശിയാണ്. ഈ കുംഭം രാശിയിൽ ഉൾപ്പെടുന്ന അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന പകുതി, ചതയ നക്ഷത്രം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഈ നക്ഷത്രക്കാർ ഇനി വലിയൊരു മാറ്റത്തിനാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പറയാൻ കാരണം ശനിയുടെ രാശിയായ കുംഭത്തിൽ ജനിച്ചവർ നിങ്ങൾ വളരെ കഠിനാധ്വാനികളായിരിക്കും. പക്ഷെ പലപ്പോഴും ആ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ലഭിച്ചിട്ടുണ്ടാകുകയുമില്ല. നിങ്ങളുടെ കാത്തിരിപ്പിന് ഇപ്പോൾ ഇവിടെ വിരാമമാകുകയാണ്. വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും ഈ സംഗമം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അളവറ്റ സമ്പത്താണ് കൊണ്ടുവന്നു തരാൻ പോകുന്നത്. സാമ്പത്തിക ഭദ്രത എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നമല്ലാതായി മാറാൻ പോകുന്ന ചില അസുലഭ ദിവസങ്ങളാണ് അല്ലെങ്കിൽ സന്ദർഭങ്ങളാണ് ഇനി വരാൻ പോകുന്നതും.
നിങ്ങളിൽ ഈ തൊഴിലന്വേഷിക്കുന്ന കുംഭം രാശിക്കാർക്ക് ഉന്നതമായ ഒരു ജോലി ലഭിക്കും. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് സാമ്പത്തികമായി നല്ല ചുറ്റുപാടുള്ള കുടുംബത്തിൽ നിന്നും ഉറപ്പായിട്ടും ആലോചനകൾ വന്നു ചേരാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. നിങ്ങൾക്ക് സമൂഹത്തിലുള്ള സൽപ്പേര് അത് ഇപ്പോഴത്തതിൽ നിന്നും കൂടുതൽ വർദ്ധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഈ കലാരംഗത്തോ മീഡിയയിലോ അല്ലെങ്കിൽ ഈ IT രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന കുംഭം രാശിക്കാർക്ക് വൻകിട പ്രോജക്റ്റ് വർക്കുകൾ ലഭിക്കാനും അതുവഴി വലിയ സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് നേടിയെടുക്കാനും അവസരം സംജാതമാകും. ഇന്നലെ വരെ നിങ്ങളെ പുച്ഛിച്ച് കളിയാക്കിയവർ പോലും നിങ്ങളുടെ ഈ വളർച്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടിപ്പോകും. അത്രത്തോളം ശക്തമായ ഒരു ഉയർച്ചയാണ് ഇന്ന് ഈ ജൂലൈ മാസം തുടക്കം മുതൽ നിങ്ങൾ കുംഭം രാശിക്കാർക്ക് ഈ ഗജകേസരി യോഗം മുഖേന സംജാതമാകുന്നത്. ഈ പറഞ്ഞ മിഥുനം, തുലാം, കുംഭം എന്നീ രാശിക്കാർക്ക് ജൂലൈ മാസം മുതൽ അത്ഭുതപ്പെടുത്തുന്ന ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നത് തീർത്തും സത്യമാണ്. എന്നാൽ ഈ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി ഇതിനോടൊന്ന് ചേർത്ത് പറയാം. അതായത് പെട്ടെന്ന് ഈ ഭൗതിക സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള പെരുമാറ്റം കൊണ്ടു നടക്കരുത്. പറയാൻ കാരണം നമ്മൾ കടന്നു വന്ന ആ പഴയ കാലം എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. അതിൻ്റെ പ്രതിഫലം എന്ന പോലെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു അനുഗ്രഹം. അങ്ങനെ വേണം നിങ്ങൾ ഈ അനുഗ്രഹത്തെ കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലെ എല്ലാവിധ വാശിയും വൈരാഗ്യവും എല്ലാം കളഞ്ഞ് ഇപ്പോൾ വന്നു കിട്ടിയിരിക്കുന്ന ഈ സൗഭാഗ്യത്തെ സർവാത്മന സ്വീകരിക്കണം. ഒപ്പം സർവശക്തനായ ഈശ്വരനോടുള്ള ആ ഒരു നന്ദി എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. പറയാൻ കാരണം ദൈവം നന്ദിയുള്ളവനാണെന്ന് വീണ്ടും നിങ്ങളുടെ മുൻപിൽ തെളിയിച്ചിരിക്കുന്ന ആ ഒരു സന്ദർഭമാണ് ഈ കേസരി യോഗത്തിലൂടെ നിങ്ങൾക്ക് ആഗതമായിരിക്കുന്നത്. ഈ കേസരി യോഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഫലം ലഭിക്കാനായി നിങ്ങൾ ചെയ്യേണ്ട ചില ലളിതമായ കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി ഒന്ന് പറയാം. ഇത് ഈ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും തന്നാൽ മതിയാകും. ഇനി അല്ലെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യിച്ചാലും മതി. വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഈ മാസത്തിലെ എല്ലാ വ്യാഴാഴ്ച ദിവസവും രാവിലെ വൈകിട്ടോ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ ഒരു തുളസിമാല സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുകയോ ചെയ്യുന്നത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും. അവിടെ ജലധാര കഴിപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. അതുകൂടാതെ നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും ഒരു ചെറിയ തുകയെങ്കിലും അത് അർഹരായ പാവപ്പെട്ട ആളുകൾക്ക് ദാനമായി കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ഭക്ഷണം മേടിച്ചു കൊടുക്കുകയോ ചെയ്താൽ അതും അത്യുത്തമമായിരിക്കും. പറയാൻ കാരണം അത് നിങ്ങൾക്ക് വന്നു കിട്ടുന്ന സൗഭാഗ്യങ്ങൾ അത് നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാതെ അത് പരിപൂർണമായി നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരുത്തിയെടുക്കാൻ തീർച്ചയായും അതൊരു കാരണമായേക്കും. അതുമാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കർമ്മം, അതായത് നിങ്ങളുടെ പ്രവൃത്തി, അത് നിങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും ചെയ്യുക. ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ഫലം അതിൽ നിന്നും ലഭിക്കുകയുള്ളൂ. കാരണം അത് നിങ്ങൾ ജീവിതകാലം മുഴുവനും അനുഭവിക്കാനുള്ള യോഗമുണ്ടാക്കി തരുന്ന രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.